അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ കൂട്ടുകാരെ, ദുറൂസിലെ 9ാമത്തെ പാഠം അൽ അദ്കാറു വൽ അദ്ഇയ്യത്തു, ദിക്റുകളും ദുആകളും. കുറച്ച് വലിയൊരു പാഠാണ്. വേഗത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിക്റുല്ലാഹി വ ദുആഉഹു ഹുവ മിൻ ഖൈരി മാ ഉൻഫിഖത് ഫീഹി ലൗഖാതു വസ്വരിഫത് ഫീഹി അൻഫാസ്. ദിക്റുല്ലാഹി, അല്ലാഹുവിനെ സ്മരിക്കലും, വ ദുആഉഹു, അവനോട് പ്രാർത്ഥിക്കലും, ഹുവ മിൻ ഖൈരി മാ ഉൻഫിഖത് ഫീഹി ലൗഖാതു, സമയം ചെലവഴിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറായതിൽപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യത്തിനും നമ്മൾ സമയം ഉപയോഗിക്കണമല്ലോ. സമയം എന്നൊരു സാധനത്തിന്റെ നിലനിൽപ്പില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമയം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതിൽ ഏറ്റവും ഖൈറായ കാര്യങ്ങളിൽ പെട്ടതാണ് ദിക്റും ദുആവും. വസ്വരിഫത് ഫീഹിൽ അൻഫാസു, നമ്മുടെ ശ്വാസം ചെലവഴിക്കപ്പെടുന്ന കാര്യങ്ങളിലും. അതായത് നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ സമയം ഉണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വെച്ച് ഖൈറായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? ദിക്റും ദുആവും. വമിൻ അഫ്ളലി മാ തഖറബ ബിഹിൽ അബ്ദു ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, ഒരു അടിമ തന്റെ റബ്ബിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവയിൽ പെട്ടതുമാണ്. റബ്ബിലേക്ക് അടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാകുന്നു എന്ത്? ദിക്റും ദുആവും എന്ന് പറയുന്നത്. വഹുവ മിഫ്താഹുൽ ലികുല്ലി ഖൈറിൻ, എല്ലാ നന്മയുടെയും താക്കോലാണത്. യനാലുഹുൽ അബ്ദു ഫി ദുനിയ വൽ ആഖിറ, ഒരു അടിമക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന എല്ലാ നന്മയുടെയും താക്കോലാകുന്നു ദിക്റും ദുആവും. ഫമത അഅതല്ലാഹുൽ അബ്ദ ഹാദൽ മിഫ്താഹ, അപ്പോൾ എപ്പോൾ അള്ളാഹു ഒരു അടിമക്ക് ഈ താക്കോല് കൊടുത്തോ, ഫഖദ് അറാദ അൻ യുഫ്തഹ ലഹു, അതോടുകൂടി അവന് വേണ്ടി ആ അടിമക്ക് എല്ലാ നന്മകളുടെയും വാതിലുകൾ തുറക്കപ്പെടാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നു. ഈ താക്കോല് കിട്ടിയോ അവന്റെ മുന്നിൽ എല്ലാ വാതിലുകളും, നന്മയുടെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. വമത അല്ലഹു, ആ താക്കോല് ഒരു അടിമക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ, ബഖിയ ബാബുൽ ഖൈരി മുഗ്ലഖൻ ദൂനഹു, അതോടുകൂടി നന്മയുടെ വാതിലുകൾ അവന്റെ മുന്നിൽ അടഞ്ഞു കിടക്കും, അടക്കപ്പെട്ടതായി അവശേഷിക്കും. അവന്റെ മുന്നിൽ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടില്ല. അപ്പൊ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ ദിക്റും ദുആവും എന്ന താക്കോൽ നമ്മുടെ കയ്യിൽ വേണം. അതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരാൾക്ക് ദിക്റ് ചെല്ലാനും ദുആ ചെയ്യാനും തൗഫീഖ് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നന്മയുടെ വാതിലുകളൊക്കെ തുറക്കപ്പെടാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നന്മയുടെ വാതിലുകൾ അവന്റെ മുന്നിൽ, താക്കോല് നഷ്ടപ്പെട്ടാൽ അവന്റെ മുന്നിൽ നന്മയുടെ വാതിലുകൾ അടഞ്ഞു കിടക്കും. വയബ്ഖ മുൽതരിബൽ ഖൽബി, അവൻ അസ്വസ്ഥമാനസനായിരിക്കും. അവന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, അവനക്ക് സ്വസ്ഥത തോന്നൂല, മനസ്സിന് സമാധാനം കിട്ടൂല. ദഈഫൽ ഹിമ്മത്തി വൽ ഇറാദത്തി, ഒരു കാര്യത്തിനും ഒരു ഉദ്ദേശിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങാനുള്ള മനോധൈര്യം അവന് ലഭിക്കുകയില്ല. മനോധൈര്യവും ഉദ്ദേശവും ഒക്കെ കുറഞ്ഞ, ദുർബലമായ, ഒന്നും ചെയ്യാൻ തോന്നാത്ത, മനസ്സ് മുഴുവനും അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥയായിരിക്കും അവനെ സംബന്ധിച്ച് ഉണ്ടാവുക. അമ്മാ ഇദാകാന മുഹാഫിളൻ അലാ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിൽ ഒരാൾ എപ്പോഴും പതിവാക്കി അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, വദുആഇഹി, ദിക്റിലും ദുആയിലും ഒരാൾ സൂക്ഷ്മത പുലർത്തുന്നു, അത് പതിവാക്കുന്നു, അത് സൂക്ഷിക്കുന്നു എങ്കിൽ, ഫഇന്ന ഖൽബഹു യകൂനു മുത്മഇന്ന, അവന്റെ മനസ്സ് സമാധാനമായിരിക്കും. കമാ ഖാല തആല, അല്ലാഹ് പറഞ്ഞതുപോലെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത് എന്നറിയുക. അല എന്ന് പറഞ്ഞാൽ അറിയണേ, ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്, ഒരു തംബീഹാൻ. ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. വയനാലു മിനൽ ഫവാഇദി, അപ്പം ഒരാൾക്ക് ദിക്റ് കിട്ടിയാൽ, ദിക്റ് ചൊല്ലാനുള്ള തൗഫീഖ് കിട്ടിയാൽ അവന്റെ മനസ്സ് ശാന്തമാകും. വയനാലു മിനൽ ഫവാഇദി വൽ ഫളാഇലി ഫി ദുനിയ വൽ ആഖിറ മാ ലാ യുഹ്സിഹി ഇല്ലല്ലാഹു തആല, മാത്രമല്ല വയനാലു, അവന് കരസ്ഥമാകും മിനൽ ഫവാഇദി, പ്രയോജനങ്ങളിൽ നിന്ന്, വൽ ഫളാഇലി, മഹത്വങ്ങളിൽ, ശ്രേഷ്ഠതകളിൽ നിന്ന്, ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും, മാ ലാ യുഹ്സിഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കണക്കാക്കാൻ കഴിയാത്തത്രയും കാര്യങ്ങൾ, അല്ലാഹുവല്ലാതെ കണക്കാക്കാൻ കഴിയാത്തത്രയും ശ്രേഷ്ഠതകൾ, മഹത്വങ്ങളും പ്രയോജനങ്ങളും ദിക്ർ കൊണ്ട് അവന് ലഭിക്കുന്നതാണ്. സംഭവം ഇതിങ്ങനെ ഞാൻ വായിച്ചർത്ഥം പറയുന്നത് മാത്രമേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിച്ച് പറയാനുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം നമുക്ക്
കുറഞ്ഞ സമയം കൊണ്ട് ഈ പാഠങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ റിവിഷൻ വീഡിയോസ് ചെയ്യുന്നത് പല കുട്ടികൾക്കും ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ പ്ലസ് ടുവിലൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പം പിന്നെ കുറേ മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്ത് പിന്നെ അത് നിർത്തിവെച്ചതായിരുന്നു. കാരണം കുട്ടികളൊക്കെ മദ്രസയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഉസ്താദുമാർ പറയുന്നതൊന്നും പിന്നെ ശ്രദ്ധിക്കാതെ പരീക്ഷയാകുമ്പം വെറും യൂട്യൂബിൽ നോക്കി പഠിക്കുന്ന ഒരു കൾച്ചറിലേക്ക് കുട്ടികൾ മാറുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പം നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യൽ നിർത്തി വെച്ചിരുന്നു. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് എന്നും അവർക്കത് ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് ഈ ക്ലാസ് മാത്രം കേട്ടിട്ട് നിങ്ങൾ ഇതിലൊരു പാഠവും മനസ്സിലാക്കരുത്. കാരണം നമ്മളെ ദീനിൻ്റെ അറിവുകൾ എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു തബറുക്കോട് കൂടി നേരിട്ട് തന്നെ കേട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്, അല്ലാതെ യൂട്യൂബിൽ നിന്ന് കേട്ടിട്ട് മനസ്സിലാക്കേണ്ടതല്ല. പരീക്ഷാ ബേസ്ഡ് ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇത് റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഈ ക്ലാസ്സുകൾക്കുള്ളൂ. അങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, ഇനി അപ്പം പിന്നെ മദ്രസയിൽ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും സംശയങ്ങളൊക്കെ ഉസ്താദുമാരോട് നേരിട്ട് തന്നെ ചോദിച്ച് തീർക്കുകയൊക്കെ ചെയ്യണം നടത്താം. ചില കുട്ടികളൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നവർ ക്ലാസ് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചില മദ്രസകളിൽ പിന്നെ കൃത്യമായിട്ട് ക്ലാസ് കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഉസ്താദുമാർ ഷോർട്ടേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ലീവ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടെ വിശദമായിട്ടൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ദിക്റുല്ലാഹി വ ദുആഹു, അള്ളാഹുവിൻ്റെ ദിക്റും ദുആവും കൊണ്ട് ഒരാളുടെ മനസ്സ് ശാന്തമാകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വമാഹാദ, ഇതോടൊപ്പം തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഒരുപാട് ശ്രേഷ്ഠതകൾ കിട്ടും, മനസ്സ് ശാന്തമാകും, ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. വമാഹാദ, അതോടൊപ്പം തന്നെ ഫഇന്ന ദിക്റല്ലാഹി തആല, അള്ളാഹുവിനോടുള്ള ദിക്ർ എന്ന് പറയുന്നത് മിനൽ ഇബാദാത്തിൽ മൈസൂറായ ഇബാദത്തുകളിൽപ്പെട്ടതാണ്. ഒരു പരീക്ഷയ്ക്ക് ഈ മൈസൂറ എന്ന് തന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറബിയിൽ എഴുതാൻ പറഞ്ഞിരുന്നു. മൈസൂറ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അല്ലത്തി ലാ അന ഫീഹാ വലാ തഅബ, ഒരു ക്ഷീണവും പ്രയാസവും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള ലളിതമായ ഇബാദത്തുകളിൽപ്പെട്ട, അല്ലേ? ദിക്ർ ചൊല്ലുക, ദ്വാരക്ക എന്നൊക്കെ പറയുന്നതിന് വല്ല പ്രയാസമുണ്ടോ? ഒരു കായിക അധ്വാനവും കൂടാതെ നമുക്ക് എത്ര ശാരീരിക ശേഷി ഇല്ലാത്ത ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ദിക്റും ദുആവൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പമുള്ള ഇബാദത്തുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകില്ല, ദിക്റിലായിട്ട് ആരും ക്ഷീണിച്ചു പോകുന്നില്ല, അല്ലേ? മാത്രമല്ല അത് ഒരു അടിമക്ക് സാധ്യമാവുകയും ചെയ്യും. ഫി മുഅ്ളമി അഹ്വാലിഹി, അവന്റെ ഏറെക്കുറെ എല്ലാ അവസ്ഥകളിലും, അവന്റെ ഭൂരിഭാഗം അവസ്ഥകളിലും അവനത് സാധ്യമാകും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാം, അല്ലേ? വീട്ടിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ചെല്ലാം, ദിക്ർ ചൊല്ലാം, സ്വലാത്തി എല്ലാം. വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം ചെല്ലാം. ഓഫീസിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും ചെയ്യാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും ചെയ്യാം. എങ്ങനെ എല്ലാ അവസ്ഥകളിലും സാധ്യമാകുന്ന ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, ദിക്റും ദുആഉം എന്ന് പറയുന്നത്. വമഅ സുഹൂലതിഹ, ഇത് എളുപ്പമായിരിക്കലോട് കൂടി തന്നെ ഹി അളീമത്തുൽ അജ്രി, അത് വലിയ പ്രതിഫലമുള്ളതും കൂടിയാണ്. ജലീലത്തുൽ ഖദ്രി, വലിയ സ്ഥാനമുള്ളതാണ്. عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم, അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ ഏറ്റവും നല്ല അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഅസ്കാഹാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ ഉടമയുടെ അടുക്കൽ, ഉടമാര അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും സംശുദ്ധമായ ഒരു അമലിനെ കുറിച്ച്. വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പദവി ഉയർത്തി തരുന്ന അമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. കഴിഞ്ഞിട്ടില്ല, ഏതാ അമലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയും റസൂലുള്ളാഹി അതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. വഖൈരിൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് മഹത്വമുള്ള ഇബാദത്ത്. വഖൈരിൽ ലക്കും മിൻ അൻ തൽഖഉ അദുവകും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖകും, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടിയിട്ട് അവരുമായി നിങ്ങൾ ശക്തമായ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, അവർ നിങ്ങളുടെ പെരടിയിൽ വെട്ടുകയും നിങ്ങൾ അവരുടെ പെരടിയിൽ വെട്ടുകയും പരസ്പരം യുദ്ധം ചെയ്ത് പോരടിച്ച് നിങ്ങൾ ഷഹാദത്ത് നേടുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാലു, അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു ഇബാദത്തുണ്ടോ നബിയെ? ഇതിനേക്കാളൊക്കെ മഹത്തുള്ള ഒരു ഇബാദത്തുണ്ടോ? എന്നാ പിന്നെ അതെന്താന്ന് പറഞ്ഞു തരൂ റസൂലേ. ഖാല ദിക്റുല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കലാണ്, ദിക്ർ ചൊല്ലലാണ്. ദിക്ർ ചൊല്ലലാണോ അല്ലെങ്കിൽ ദിക്ർ ചെയ്യലാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണം വരുമ്പോൾ മനസ്സിലാവും. وعن سعد بن ابي وقاص رضي الله عنه, സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അദ്ദേഹം പറയാണ്, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതരുടെ അടുത്തിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസം 1000 കൂലി നേടാൻ വല്ല പ്രയാസമുണ്ടോ? 1000 കൂലി നേടാൻ കഴിയാത്തവർ ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അയഅജിസു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ദുർബലരായി തീരുമോ? ഒരു ദിവസം 1000 കൂലി നേടിയെടുക്കുന്നതിൽ നിന്ന്.
ഫസഅലഹു സായിലും മിൻ ജുലസായിഹി, അപ്പൊ കൂടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചോദ്യകർത്താവ് നബിയോട് ചോദിച്ചു. ആരാന്നറിയില്ല, ഒരാൾ ചോദിച്ചു, കൈഫ യക്സിബു അഹദുനാ അൽഫ ഹസന, എങ്ങനെയാ നബിയെ 1000 കൂലിയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റുക? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, യുസബ്ബിഹു മിഅത തസ്ബീഹ, ഒരു 100 തസ്ബീഹ് ചൊല്ല്, ഫയുക്തബു ലഹു അൽഫു ഹസന, ആ 100 തസ്ബീഹ് ചൊല്ലിയാൽ തന്നെ എത്ര കൂലി കിട്ടി? 1000 ഹസനത്ത് അവൻ എഴുതപ്പെടുന്നതാണ്. ഔ യുഹത്തു അൻഹു അൽഫു ഖതീഅ, അല്ലെങ്കിൽ 1000 കുറ്റം അവനെ തൊട്ട് മായ്ക്കപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പം 1000 കൂലി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100 തസ്ബീഹ് ചൊല്ലിയാൽ തന്നെ 1000 കൂലിയായി. വളരെ എളുപ്പമല്ലേ? വമിൻ ഫവായിദി ദിക്രി, ദിക്റിന്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ് അന്നഹു യുർദിർ റഹ്മാന ജല്ല വഅല, അത് റഹ്മാനായ ഉന്നതനായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തും എന്നത്. വയജ്ലിബു ലിൽ ഖൽബിൽ ഫറഹ വസ്സുറൂർ, അത് മനസ്സിൽ സന്തോഷവും ആശ്വാസവും കൊണ്ടുവരുമെന്നത്. കമാ അന്നഹു യത്റുദു ശൈത്താന വയുഖ്മിഉഹു, അത് പിശാചിനെ ആട്ടിയോടിക്കുകയും അവനെ മുഖം കുത്തിക്കുകയും വയുക്സിറുഹു, അവനെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നത്. വയുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബ്, മനസ്സിൽ നിന്ന് ടെൻഷനും അതുപോലെ തന്നെ ആകുലതകളും ആശങ്കകളും നീക്കിത്തരും എന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ദിക്റിന്റെ പ്രയോജനങ്ങളാണ്. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തും, ഖൽബിൽ സന്തോഷം ഉണ്ടാക്കും, പിശാചിനെ അകറ്റുകയും പിശാചിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഹമ്മും ഗമ്മും ഖൽബിൽ നിന്ന് നീക്കിത്തരും, ടെൻഷനുകളും അതേപോലെ തന്നെ ആകുലതകളും മനസ്സിൽ നിന്ന് നീക്കും. വമിൻഹ, അതേപോലെ അതിൽപ്പെട്ടതാണ്, അതിന്റെ പ്രയോജനങ്ങളിൽ പെട്ടതാണ് അന്നഹു യൂരിസുൽ ഖൽബ, ഈ ദിക്റുകൾ ചൊല്ലിയാൽ അതെന്ത് ചെയ്യും? യൂരിസുൽ ഖൽബൽ മുറാഖബത വൽ ഇനാബത, അത് ഖൽബിൽ മുറാഖബത്തും ഇനാബത്തും ഉണ്ടാക്കി തീർക്കും. മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധം, നിരീക്ഷണം എന്നൊക്കെയാണ് മുറാഖബത്ത് എന്ന അർത്ഥം. അള്ളാഹിനെ എപ്പോഴും, അള്ളാഹ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും ഞാൻ അള്ളാഹിന്റെ മുന്നിലാണ് എന്ന ചിന്തയാണ് നമ്മൾ മുറാഖബത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ കാര്യങ്ങളിലൊക്കെ ഒരു ഖേദമുണ്ടാവുകയും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണല്ലോ, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വഴിപ്പെടുന്നു എന്ന ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവുകയും ചെയ്യുക. ഈ ചിന്തകളൊക്കെ ഖൽബിൽ ഉണ്ടാക്കി തീർക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ദിക്റിന് സാധിക്കും. അതാണ് ദിക്ർ ഖൽബിൽ മുറാഖബത്തും ഇനാബത്തും ഉണ്ടാക്കി തീർക്കും. അള്ളാഹുവിലേക്ക് മടങ്ങാനുണ്ടെന്ന ബോധവും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധവും മനസ്സിലുണ്ടാക്കി തീർക്കും. വയുസീലുൽ വഹ്ശത ബൈനൽ അബ്ദി വബൈന റബ്ബിഹി തബാറക വതആല, അടിമയുടെയും അവന്റെ ഉടമയായ റബ്ബിന്റെയും ഇടയിൽ, അള്ളാഹു തആലയുടെയും ഇടയിലുള്ള വഹ്ശത്ത്, അന്യത നീക്കിത്തരും. അവരുടെ ഇടയിലുള്ള ആ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള അകൽച്ച നീക്കി അവരെ തമ്മിൽ വല്ലാതെ അടുപ്പിക്കും. വഗൈറു ഹാദാ മിനൽ ഫവായിദി കസീറ, ഇതൊന്നും അല്ലാത്ത ധാരാളം പ്രയോജനങ്ങൾ വേറെയുമുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ യദ്കുറുല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു, അലാ കുല്ലി അഹ്യാനിഹി, എല്ലാ സന്ദർഭങ്ങളിലും, ഫീ ലൈലിഹി വനഹാരിഹി, രാത്രിയിലും പകലിലും, സിർരിഹി വ ഇഅ്ലാനിഹി, രഹസ്യമായും പരസ്യമായുമുള്ള അവസ്ഥകളിൽ, വഇൻദൽ ഖാസത്തി വൽ ആമത്തി, പ്രത്യേകമായ അവസരങ്ങളിലും പൊതുവായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ചില സമയത്ത് പൊതുവായിട്ടുള്ള ദിക്റുകൾ ഇങ്ങനെ ചൊല്ലും, ചില സമയത്ത് പ്രത്യേകമായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ദിക്റുകൾ ചൊല്ലും. രഹസ്യമായിട്ടും ചൊല്ലും, പരസ്യമായിട്ടും ചൊല്ലും, രാവിലും ചൊല്ലും, പകലിലും ചൊല്ലും. എല്ലാ സന്ദർഭങ്ങളിലും നബി തങ്ങൾ അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു. വകാന യദ്കുറുല്ലാഹ, നബി തങ്ങൾ അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു, ഇദാ അവാ ഇലാ ഫിറാഷിഹി, വിരിപ്പിലേക്ക് മടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നാൽ, അല്ലേ, നമ്മൾ ചൊല്ലേണ്ട ബിസ്മിക റബ്ബി വദഅതു ജംബി പോലുള്ള ദിക്റുകളും ഇഖ്ലാസും മുഅവ്വിദത്തൈൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉറങ്ങാൻ നേരത്തെ ചൊല്ലേണ്ടതുണ്ട്. ഔ അറാദ ദുഖൂലൽ ഖലാഇ, നബി തങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, വബഅദൽ ഖുറൂജി മിൻഹു, വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്ന ശേഷം, ഇവിടൊക്കെ നബി തങ്ങൾ അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു. വഇൻദൽ വുളൂഇ, വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിക്ർ ചൊല്ലും, വബഅദഹു, വുളൂവിന് ശേഷം ചൊല്ലും, വബഅദ സ്വലാഹ്, നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലും, വഇൻദൽ മതർ, മഴ പെയ്യുമ്പോൾ ചൊല്ലും, വഇൻദ ഹുബൂബിർ റീഹ്, കാറ്റ് വീശുമ്പോൾ നബി തങ്ങൾ ദിക്ർ ചൊല്ലും, വഇൻദ ലുബ്സി ഥൗബി, വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലും, വഇൻദ ദുഖൂലി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലും, വൽ ഖുറൂജി മിൻഹു, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചൊല്ലും, വഗൈരി ദാലിക മിൻ അഹ്വാലിഹി, അതൊന്നുമല്ലാത്ത നബി തങ്ങളുടെ വേറെ എന്തെല്ലാം അവസ്ഥകളുണ്ടോ അപ്പോഴൊക്കെ ഒന്നുകിൽ ആമായ ദിക്റുകൾ, അല്ലെങ്കിൽ ഖാസ്സായ പ്രത്യേകമായി സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊണ്ടേയിരുന്നു.
അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ദിക്ർ ചൊല്ലുന്നത് ശീലമാക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലാനുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ ചൊല്ലാനുണ്ട്, പള്ളിയിലേക്ക് കയറുമ്പോണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ട്, അല്ലേ, യാത്ര ചെയ്യുമ്പോണ്ട്, വണ്ടിയിൽ കയറിയാലുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോണ്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുണ്ട്, ജോലിക്ക് വേണ്ടി പോകുമ്പോണ്ട്, വസ്ത്രം ധരിക്കുമ്പോണ്ട്, കാറ്റ് വീശുന്നത് കണ്ടാൽ, മഴ പെയ്യുന്നത് കണ്ടാൽ, ആകാശത്തോ മറ്റോ ഭൂമിയിലോ വല്ല അത്ഭുതങ്ങളും കണ്ടാൽ, മനോഹരമായ കാഴ്ചകൾ കണ്ടാൽ, ഇങ്ങനെ 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 നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നബിതങ്ങൾ ദിക്ർ ചൊല്ലി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളും അങ്ങനെയുള്ള ദിക്റുകൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഅലം, പിന്നെ ഇനി ഒരു കാര്യം കൂടി, വേറൊരു കാര്യം നീ മനസ്സിലാക്കണം. അന്ന ദിക്റ ബിൽ ലിസാനി, ലിസാന് കൊണ്ടുള്ള ദിക്ർ, നാവ് കൊണ്ടുള്ള ദിക്ർ മഹ്ബൂബുൻ, അത് സ്തുത്യർഹമാണ്, അത് നല്ല കാര്യമാണ്. ഫീ ജമീഇൽ അഹ്വാലി, എല്ലാ സമയങ്ങളിലും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലൽ നല്ലതാണ്. ഇല്ലാ ഫീ അഹ്വാലിൻ വറദ ശർഉ ബിസ്തിത്നാഇഹ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദിക്ർ ചൊല്ലരുത് എന്ന് ശർഉ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശർഉ വിലക്കിയിട്ടുള്ള, ശർഉ ഒഴിവാക്കിയ, വളരെ കൃത്യമായി പറഞ്ഞു തന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും എന്താണ്? ദിക്ർ ചൊല്ലൽ നല്ലതാണ്, അല്ലേ? ബാത്റൂമിലിരിക്കുമ്പോൾ ദിക്ർ എല്ലാം പാടില്ല. അത് ശർഉ ഇസ്തിസ്ന ചെയ്ത ദിക്ർ ചൊല്ലുന്നതിനെ വിലക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി തന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നാവ് കൊണ്ട് തന്നെ ദിക്ർ നല്ലതാണ്, നാവ് കൊണ്ട് തന്നെയുള്ള ദിക്റാണ് ചൊല്ലേണ്ടത്. എന്നാൽ വദ്ദിക്റു അഖ്സാമുൻ, ദിക്ർ പല വിധമുണ്ട്. ഫൈദാ കാന ബിൽ ഖൽബി വൽ ലിസാനി ഫഹാദാ അഫ്ളലുഹു, ദിക്ർ നാവ് കൊണ്ടും കൽബ് കൊണ്ടും രണ്ടും കൊണ്ടാവണം. അതായത് നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുമ്പോൾ തന്നെ ഖൽബിൽ അതിൻ്റെ ആശയം വരികയും അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും മനസ്സിലിങ്ങനെ വരികയും ചെയ്യണം. അതാണ് രണ്ടും കൊണ്ടുള്ള ദിക്ർ എന്ന് പറയുന്നത്. ഫഹാദ അഫ്ളലുഹു, അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. വഇദാ കാന ബിൽ ഖൽബി വഹ്ദഹു, ഇനി ഖൽബ് കൊണ്ട് മാത്രമായാലോ ഫമൻസിലതുഹു ദൂന ദാലിക, അതിൻ്റെ സ്ഥാനം ഈ പറഞ്ഞ ദിക്റിൻ്റെ തൊട്ട് താഴെയാണ്. ഖൽബും ലിസാനും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഒരാൾ ദിക്ർ ചൊല്ലുന്നതെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. എന്നാൽ ഒരാളുടെ മനസ്സിൽ ദിക്റുണ്ട്, അപ്പോൾ അള്ളാഹനെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ നാവ് കൊണ്ടൊന്നും പറയുന്നില്ല. നാവ് കൊണ്ട് അയാൾ വേറെ എന്തൊക്കെ പറയുന്നു, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ്. ഖൽബിൽ അള്ളാഹിൻ്റെ ദിക്റാണുള്ളത്. ഇതാണ് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന, രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന ദിക്ർ എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊക്കെ സാധാരണ വെറും നാവ് കൊണ്ട് മാത്രമാണ് ചൊല്ലാറുള്ളത്, അല്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മൾ മനസ്സിലൊന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ടുണ്ടാവില്ല, വെറുതെ അങ്ങ് പറഞ്ഞത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആശയത്തെക്കുറിച്ചോ അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ചോ അള്ളാഹിനെക്കുറിച്ചോ നമ്മുടെ മനസ്സിലൊരു ചിന്തയും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നാവ് കൊണ്ട് മാത്രമാണ് ദിക്ർ എന്നുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടുമോ? അതിനും കൂലിയൊക്കെ ഉണ്ട്. പക്ഷേ വഇദാ കാന ബിൽ ലിസാനി വഹ്ദഹു, നാവ് കൊണ്ട് മാത്രമാണ് ദിക്ർ എങ്കിൽ ഫമൻസിലതുഹു ദൂന മാ തഖദ്ദമ, ഈ പറഞ്ഞ രണ്ടിൻ്റെയും താഴെയാണ് അതിൻ്റെ സ്ഥാനം വരിക. വൽ മുറാദു മിന ദിക്രി ഹുളൂറുൽ ഖൽബ്, ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം മനസ്സിന്റെ സാന്നിധ്യമാണ്. ദിക്ർ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഓർമ്മയാണ്. ശരിക്കും ദിക്ർ എന്ന് പറഞ്ഞാൽ പറയലും ഓർക്കലും രണ്ടും കൂടിയാണ് ദിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശം ഖൽബിന്റെ സാന്നിധ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഖൽബിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ വരണം. ഫയംബഗി, അപ്പോൾ അനിവാര്യമാണ് അയ്യകൂന ഹുവ മഖ്സൂദ ദാകിരി, ഈ ഹുളൂറുൽ ഖൽബായിരിക്കണം ദിക്ർ ചൊല്ലുന്ന ആളുടെ ഉദ്ദേശം. മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരലായിരിക്കും. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നത് തന്നെ എന്തിനാണ്? നാവ് കൊണ്ട് ചൊല്ലുമ്പം നാവ് ഒരു വർക്ക് ചെയ്യുമ്പോൾ തലച്ചോറ് ചിന്തിക്കുമല്ലോ, ശരിയാണ്, ഇത് ദിക്ർ, ഇത് അള്ളാഹിനെ ഓർമ്മിച്ച് ഇങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചിന്ത കൊണ്ടുവരാനുള്ള ഒരു കാരണമായി തീരണം ദിക്ർ നാവ് കൊണ്ട് പറയാന്ന് പറയുന്നത്. അപ്പോൾ ദിക്ർ ചൊല്ലുന്ന ആളുടെ മഖ്സൂദ്, ഉദ്ദേശം ഹുളൂറുൽ ഖൽബ് ആവേണ്ടതുണ്ട്, മനസ്സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഫയഹ്രിസു അലാ തഹ്സീലിഹി, ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ചൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ചൊല്ലുന്ന സമയത്ത് ഹുളൂറുൽ ഖൽബ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഫയഹ്രിസു അലാ തഹ്സീലിഹി, അത് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ അയാൾ അതിയായി ആഗ്രഹിക്കേണ്ടതുണ്ട്. എന്നിട്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. വയതദബ്ബറുമായത് കുറു, അങ്ങനെ ചൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് അയാൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം. വയതഅഖലു മഅനാഹു, അതിൻ്റെ അർത്ഥം ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായിത്തീരും? ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഇങ്ങനെ വരാൻ തുടങ്ങും. ആ ഹുളൂറുൽ ഖൽബ് കിട്ടാനാണ് ദിക്ർ തന്നെ, ദിക്ർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ.
ദിക്റിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ അതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഫത്തദബ്ബുരി ഫി ദിക്രി മത്ലൂബുൻ, അപ്പോ ചൊല്ലുന്ന ദിക്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് മത്ലൂബുൻ, അത് അനിവാര്യമായ ഒരു സംഗതി തന്നെയാണ്. അതൊരു മോശം കാര്യമല്ല, അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഹുദൂറുൽ ഖൽബ് ഉണ്ടാകുന്നു. ഹുദൂറുൽ ഖൽബാണ് എന്ത്? ദിക്റിന്റെ മുറാദ് എന്ന് പറയുന്നത്, ദിക്റിന്റെ തേട്ടം, ദിക്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹുദൂറുൽ ഖൽബാണ്. ഇനി ഖാല നബവി റഹിമഹുല്ലാ, ഇമാം നബവി റഹിമഹുല്ലാ പറയുന്നു, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന ഫളീലത ദിക്രി ഗൈറു മുൻഹസറത്തിൻ ഫി തസ്ബീഹി വതഹ്ലീലി വതഹ്മീദി വതക്ബീരി വനഹ്വിഹാ. അന്ന ഫളീലത ദിക്ർ, ദിക്റിന്റെ മഹത്വം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ദിക്റിന് മഹത്വമുണ്ട് എന്ന് കുറേ നേരമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മഹത്വങ്ങളൊക്കെ അതൊന്നും ഗൈറു മുൻഹസറത്തിൻ ഫി തസ്ബീഹി വതഹ്ലീലി വതഹ്മീദി വതക്ബീരി വനഹ്വിഹാ, തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, തസ്ബീഹ് പോലെയുള്ളതിൽ പരിമിതമല്ല. ദിക്റിന്റെ ശ്രേഷ്ഠത സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന തസ്ബീഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. ഇങ്ങനെ നമുക്കറിയാവുന്ന ലഫ്ളുകളിൽ, ദിക്റിന്റെ ലഫ്ളുകളിൽ മാത്രം പരിമിതമായതല്ല എന്ത്? ദിക്റിന്റെ മഹത്വം എന്ന് പറയുന്നത്. പിന്നെയോ ബൽ കുല്ലു മൻ യഅമലു ലില്ലാഹി തആല ബിതാഅത്തിൻ, അള്ളാഹ്ക്ക് വേണ്ടി വല്ല താഴത്തും ചെയ്യുന്ന ഓരോരുത്തരും ഫഹുവ ദാക്കിറുൻ ലില്ലാഹി തആല, അള്ളാഹിനെ സ്മരിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു നന്മ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ അവൻ ദാക്കിറാണ് എന്ന് പറയാം. കാരണം എന്താ? അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ അവനൊരു നന്മ ചെയ്യുന്നത്, അവന്റെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വന്നല്ലോ, അപ്പോൾ അവനക്ക് ദിക്റിന്റെയും കൂടെ കൂലി കിട്ടുമെന്നാണ് ഇമാം നവവി തങ്ങൾ പറയുന്നത്. അല്ലാതെ ദിക്ർ എന്ന് പറഞ്ഞാൽ വെറും നമ്മളിങ്ങനെ കുറെ നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലൽ മാത്രം, സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ ചൊല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ല, അതല്ല ദിക്ർ. അത് മാത്രമല്ല, അത് ദിക്റല്ല എന്നല്ല, അത് ദിക്റാണ്, പക്ഷെ അത് മാത്രമല്ല, എന്തും കൂടിയാണ്. ഇമാം നവവി തങ്ങൾ പറയുന്നത് കുല്ലു മൻ യഅമലു ലില്ലാഹി തആല ബിതാഅത്തിൻ ഫഹുവ ദാക്കിറുൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഓരോരുത്തരും അള്ളാഹുവിനെ സ്മരിക്കുന്നവർ തന്നെയാകുന്നു. കദാ ഖാലഹു സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വഗൈറുഹു മിനൽ ഉലമാ, ഇതേപോലെ തന്നെ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനും പറഞ്ഞിട്ടുണ്ട്. വഗൈറുഹു മിനൽ ഉലമാ, അദ്ദേഹം അല്ലാത്ത മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ദിക്റിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നത്. വഖാല അതാ റഹിമഹുല്ലാ, അതാ റഹിമഹുല്ലാ പറയുന്നു, ഇപ്പം ഇത് ഇമാം നബി തങ്ങൾ പറഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി അതാ എന്നവർ പറഞ്ഞത് പറയാണ്, മജാലിസു ദിക്രി ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം, ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറയുന്നത് ഹലാൽ ഹറാമിനെ പരിഗണിക്കുന്ന എല്ലാ സദസ്സുകളും ദിക്റിന്റെ സദസ്സുകളാണ്. ദിക്റിന്റെ സദസ്സിന്റെ മഹത്വം എന്നൊക്കെ പറയുമ്പം വെറും കുറെ ആൾക്കാർ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുന്ന സദസ്സിനെ മാത്രമല്ല അവിടെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. പിന്നെയോ ഹലാലും ഹറാമും പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടുള്ള ഏത് സദസ്സും ദിക്റിന്റെ സദസ്സാണ് എന്നാണ് ആര് പറയുന്നത്? അതാ എന്നവർ പറയുന്നത്. കൈഫ തശ്തരി, നീ എങ്ങനെ ഒരു വസ്തു വാങ്ങുന്നു, വതബിഉ വിൽക്കുന്നു, വതുസല്ലി നിസ്കരിക്കുന്നു, വതസൂമു നോമ്പെടുക്കുന്നു, വതൻകിഹു നിക്കാഹ് ചെയ്യുന്നു, വതുതല്ലിഖു ത്വലാഖ് ചൊല്ലുന്നു, വതഹജ്ജു ഹജ്ജ് ചെയ്യുന്നു, വാശ്ബഹു ഹാദാ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഹലാലിനെയും ഹറാമിനെയും പരിഗണിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഇതെല്ലാം ദിക്റിന്റെ പരിധിയിൽ വരും. മനസ്സിലായല്ലോ? അപ്പൊ ദിക്ർ എന്ന് പറയുന്നത് എന്തല്ല, വെറും ചൊല്ലൽ മാത്രമല്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിലുണ്ടാവുക, അതുണ്ടായിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ദിക്ർ എന്നതിന്റെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. വദിക്റു വദ്ദുആഉ ജമാഅത്തൻ മഹ്ബൂബൻ ഇൻദല്ലാഹ്, ദിക്റും ദുആവും ജമാഅത്തായിട്ട് ചെയ്യൽ, സംഘടിതമായിട്ട് ചെയ്യൽ, ഗ്രൂപ്പായിട്ട് കുറച്ചാൾക്കാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് മഹ്ബൂബൻ ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട കാര്യമാകുന്നു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അബീ സഈദ് റളിയല്ലാഹു അൻഹുമാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ സഈദ് റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അന്നഹുമാ ഷഹിദ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങൾ പറയുന്നതിന് തങ്ങൾ സാക്ഷികളായി എന്നവർ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞതാണ്, ലാ യഖഉദു ഖൗമുൻ, ഒരു ഖൗമും ഇരിക്കുകയില്ല, ഒരു സംഘം ആളുകൾ ഇരിക്കുന്നില്ല, യദ്കുറൂനല്ലാഹ, അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹിനെ ഓർത്തുകൊണ്ട് അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു സംഘം ഇരിക്കുകയാണെങ്കിൽ അവരിയ്ക്കുന്നില്ല, ഇല്ല ഹഫ്ഫത്തുഹുമുൽ മലായിക, അവരെ മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ. മലക്കുകൾ അവരെ പൊതിയും. വഗശിയത്തുഹുമുർ റഹ്മ, അവരെ റഹ്മത്ത് മൂടും, കാരുണ്യം മൂടും, അള്ളാഹുവിന്റെ കാരുണ്യം മൂടും. വനസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്കുമേൽ ഒരു സക്കീനത്ത്, ഒരു ശാന്തത, ഒരു സക്കീനത്ത് ഇറങ്ങുകയും ചെയ്യും. ഒരു ശാന്തത അവർക്ക് മേൽ ഇറങ്ങും. അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ പൊതിയും,
അവരെ റഹ്മത്ത് കൊണ്ട് മൂടും, അവരുടെ മേലൊരു സക്കീനത്തിറങ്ങും. ഇതൊക്കെ സംഭവിച്ചിട്ടല്ലാതെ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ഒരു സംഘവും ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ലേ? വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവന്റെ അടുക്കലുള്ള ആളുകളുടെ, അതായത് അള്ളാഹുവിന്റെ അടുക്കലുള്ള മുഖർറബീങ്ങളായ മലക്കുകളുടെയും മറ്റുമൊക്കെ സാന്നിധ്യത്തിൽ അള്ളാഹു തആല അവരെ കുറിച്ച് പറയുകയും ചെയ്യും. അങ്ങനെയല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ഒരു സംഘം ആളുകളും ദിക്ർ ചൊല്ലുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് തങ്ങൾ സാക്ഷികളാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അബൂ സഈദ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് തന്നെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മലായിക, അല്ലാഹുക്ക് കുറച്ച് മലക്കുകളുണ്ട്, യതൂഫൂന ഫിത്തുറുഖി, അവർ വഴികളിൽ ഇങ്ങനെ ചുറ്റി നടക്കും, ഓരോ വഴികളിലും ചുറ്റി നടക്കും, യൽതമിസൂന അഹ്ല ദിക്ർ, ദിക്റിന്റെ ആളുകളെ അന്വേഷിച്ചുകൊണ്ട്, ദിക്ർ ചൊല്ലുന്ന ആളുകളെയും അന്വേഷിച്ചുകൊണ്ട് എല്ലാ വഴികളിലും നടക്കാനായിട്ട് അള്ളാഹ് കുറച്ച് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേണ്ടത്. ഫൈദാ വജദു ഖൗമൻ യദ്കുറൂനല്ലാഹ്, അങ്ങനെ അള്ളാഹനെ ഓർക്കുന്ന ഒരു സംഘത്തെ അവർ കണ്ടുമുട്ടിയാൽ, തനാദൗ, അവർ പരസ്പരം വിളിക്കും, ഹലുമ്മു ഇലാ ഹാജത്തിക്കും, നിങ്ങളുടെ ആവശ്യം ഇവിടെയുണ്ട്, നിങ്ങൾ എന്താണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ ഉണ്ട്, ഇവിടേക്ക് വാ, ഹലുമ്മു, ഇങ്ങോട്ട് വരീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കും. ഖാല, നബി തങ്ങൾ പറയുന്നു, ഫയഹുഫൂനഹും ബിഅജ്നിഹതിഹിം ഫയഹുഫൂനഹും, അങ്ങനെ ആ മലക്കുകള് അവർ കണ്ട ആളുകൾ ബാക്കിയുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരും കൂടെ അവരെ പൊതിയും. ബിഅജ്നിഹതിഹിം, അവരുടെ ചിറകുകൾ കൊണ്ട്, മലക്കുകളുടെ ചിറകുകൾ കൊണ്ട് അവരെ പൊതിയും. ഇലസ്സമാഇ ദുനിയ, ഒന്നാം ആകാശം വരെ അങ്ങനെ അവർ പൊതിഞ്ഞങ്ങനെ മുകളിലേക്ക് നിൽക്കും, മലക്കുകൾ ഇങ്ങനെ നിൽക്കും. ഖാല, റസൂലുള്ളാഹി പറയാണ്, ഫയസ്അലുഹും റബ്ബുഹും അസ്സ വജല്ല, അങ്ങനെ അവർ ആകാശം മുട്ടെ മലക്കുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും. വഹുവ അഅലമു മിൻഹും, അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതല്ല, അവരെക്കാൾ നന്നായിട്ട് അള്ളാഹ്ക്ക് വിവരങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചോദിക്കും, മാ യഖൂലു ഇബാദി, എന്താ എൻ്റെ അടിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? അവരെന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പം യഖൂലൂന, മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹമ്മിദൂനക വയുമജ്ജിദൂനക, അല്ലാഹുവേ, അവർ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു, തഹ്മീദ് ചെയ്യുന്നു, തംജീദ് ചെയ്യുന്നു, നിന്നെ പുകഴ്ത്തുന്നു, നിന്നെ വാഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ തക്ബീർ ചൊല്ലുന്നു. അല്ലാഹുവേ, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മലക്കുകൾ പറയും. അപ്പോ ഫയഖൂലു അസ്സ വജല്ല, അല്ലാഹു അവരോട് ചോദിക്കും, ഹൽ റഅൗനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ആ അടിമകൾ എന്നെ കണ്ടവരാണോ? ഖാല ഫയഖൂലൂന, നബി തങ്ങൾ പറയുന്നു, ഫയഖൂലൂന, അപ്പം മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഅൗക, ഇല്ല അല്ലാഹുവേ, നീയാണ് സത്യം, അവർ നിന്നെ കണ്ടിട്ടൊന്നുമില്ല, നിന്നെ കാണാതെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? നിന്നെ വല്ലാതെ പുകഴ്ത്തി പറയുകയും നിന്നെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയും. അള്ളാഹു ചോദിക്കും, ഫയഖൂൽ കൈഫ ലൗ റഅൗനി, കാണാതെ തന്നെ അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യഖൂലൂന, മലക്കുകൾ പറയും, അവരിപ്പം തന്നെ ഇത്രയും ചൊല്ലുന്ന സ്ഥിതിക്ക്, ലൗ റഅൗക, അവർ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ, കാനൂ അശദ്ദ ലക ഇബാദ, നിനക്ക് അല്ലെ അള്ളാഹനെ നേരിട്ട് കണ്ടിട്ട് അള്ളാഹിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കിയ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കാനൂ അശദ്ദ ലക ഇബാദ, അവർ നിനക്ക് അതിശക്തമായിട്ട് കൂടുതൽ ശക്തമായ ഇബാദത്ത് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ നിന്നെ കൂടുതൽ ശക്തമായി അവർ പുകഴ്ത്തുകയും ചെയ്യുമായിരുന്നു. നിന്നെ അവർ കൂടുതൽ ശക്തമായി അല്ലെങ്കിൽ കൂടുതൽ അധികമായി അവർ നിനക്ക് തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുമായിരുന്നു അല്ലാഹുവേ എന്ന് അവർ പറയും. അങ്ങനെ ഫയഖൂലു, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, ഫമാ യസ്അലൂനി, അവരെന്നോട് എന്താണ് ചോദിക്കുന്നത്? ഖാല, അല്ലാഹു പറയും, റസൂലുള്ളാഹി പറയാണ്, അവർ പറയും, മലക്കുകൾ പറയും, അവിടെ ഉണ്ട് കേട്ടോ, വയഖൂലൂന, മലക്കുകൾ പറയും, അത് അങ്ങനെ മനസ്സിലാവുമല്ലോ. യസ്അലൂനകൽ ജന്ന, എന്താണ് ചോദിക്കുന്നത്? സ്വർഗമാണ് നിന്നോട് അവർ ചോദിക്കുന്നത്. വഹൽ റഅൗഹ, അല്ലാഹു ചോദിക്കും, അതവർ കണ്ടിട്ടുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ് മാ റഅൗഹ, ഇല്ല അല്ലാഹുവേ, അവരത് കണ്ടിട്ടില്ല. അപ്പൊ ചോദിക്കും, ഫകൈഫ ലൗ റഅൗഹ, കാണാതെ തന്നെ അവരതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക. ഫകൈഫ ലൗ റഅൗഹ, അവരത് കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു? അപ്പം യഖൂലൂന, അവർ പറയും, മലക്കുകൾ പറയും,
അത് കണ്ടിരുന്നെങ്കിൽ പടച്ചോനെ സ്വർഗം കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ കാനു അശദ്ദ അലൈഹ ഹിർസ, അവരതിനു വേണ്ടി ശക്തമായി കൂടുതൽ ശക്തമായി ആഗ്രഹിക്കുമായിരുന്നു. വഅശദ്ദ ലഹ ത്വലബ, അതിനെ അതിശക്തമായി തേടുകയും ചെയ്യുമായിരുന്നു. വഅഅളമ ഫീഹാ റഗ്ബതൻ, അതിലവർ കൂടുതൽ നല്ല രീതിയിൽ ആഗ്രഹിക്കുമായിരുന്നു, അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു എന്നവർ പറയും. അപ്പൊ അള്ളാഹ് ചോദിക്കും ഫമിമ്മ യതഅവ്വദൂന, അവരെന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കും. അപ്പൊ മലക്കുകൾ പറയും യതഅവ്വദൂന മിനന്നാർ, അവർ നരകത്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹ് ചോദിക്കും ഹൽ റഔഹ, ആ നരകം അവർ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ മലക്കുകൾ പറയും യഖൂലൂന ലാ വല്ലാഹി യാ റബ്ബ് മാ റഔഹ, ഇല്ല പടച്ചോനെ, അള്ളാഹുവാണെ സത്യം, അവരത് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കാണാതെ തന്നെ അവരത് അതിൽ നിന്ന് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കും കാണാതെ തന്നെ അവരതിനെ ഭയക്കുകയും അതിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫകൈഫ ലൗ റഔഹ, അവരത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു? യഖൂലൂന, മലക്കുകൾ പറയും കാനു അശദ്ദ മിൻഹാ ഫിറാറ, അത് കണ്ടിട്ടാണെങ്കിൽ അവർ അതിൽ നിന്ന് കൂടുതൽ ശക്തമായി അകലാൻ ശ്രമിക്കുമായിരുന്നു. വഅശദ്ദ ലഹാ മഖാഫതൻ, അതിനെ വല്ലാതെ ശക്തമായി ഭയക്കുകയും ചെയ്യുമായിരുന്നു എന്നവർ പറയും. അപ്പോൾ ഇതൊന്നും കാണാതെ, അള്ളാനെ കാണാതെ അള്ളാനെ പുകഴ്ത്തുന്നു, സ്വർഗം കാണാതെ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്നു, നരകം കാണാതെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മലക്കുകളുടെ മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് പറയും ഫയഖൂൽ, അള്ളാഹു പറയും ഫഉശ്ഹിദുകും, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. ഈ മലക്കുകളെ കൊണ്ട് നമ്മൾ നല്ല പറയാൻ പടച്ചവന് ഭയങ്കര ഇഷ്ടാട്ടോ. പണ്ടൊരിക്കൽ നമ്മൾ ഉണ്ടാക്കുന്ന കാലത്ത്, ആദ്യ നബിയെ സൃഷ്ടിക്കുന്ന കാലത്ത് പടച്ചവനോട് അവർ ചോദിച്ചു, നീ എന്തിനാ പടച്ചവനെ ഈ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കുന്നത്, ഞങ്ങളില്ലേ തസ്ബീഹും തക്ബീറൊക്കെ ചെല്ലാൻ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളോട് അള്ളാഹ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇന്നി ആലമോ മാലാത്ത ആലമോ, നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്ക് അറിയാട്ടോ, നിങ്ങൾ വെറുതെ വർത്താനത്തിന് കണ്ടാന്ന്. ഈ മലക്കുകളെ കൊണ്ട് മനുഷ്യന്മാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പൊക്കി പറഞ്ഞിട്ട് മലക്കുകളെ ഇങ്ങനെ ആ കാര്യം അള്ളാഹുവിൻ്റെ മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് അവരെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അള്ളാഹ് ഇങ്ങനെ പല കാര്യങ്ങളും മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു അതേപോലെ ഒരു കാര്യം അവരോട് പറയാണ്, ഫൗഷിഹിദുക്കും മലായികത്തി, മലായികത്തി അവിടെ ഇല്ല, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുന്നു, അന്നി ഖദ് ഗഫർതു ലക്കും, ആ കൂട്ടമായിരുന്ന ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുത്തു, ഇനി പുറത്തു കൊടുക്കും എന്നല്ല, ഇപ്പൊ തന്നെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അവർ ചോദിക്കുന്നതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു മലക്കുകളെ സാക്ഷി നിർത്തി പറയും. അപ്പം വിശ്വാസങ്ങൾ പറയാണ് കേട്ടോ. കാല നബി പറയുന്നു യഖൂലു മലക്കും മിനൽ മലായിക, ആ സമയത്ത് ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്ക് പറയും ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും, പടച്ചോനെ എല്ലാവർക്കും പുറത്തു കൊടുത്തോ, ഇത്ര പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ, ഇവിടെ എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അവർ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്ക് പറയും ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും, അവരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലാത്ത ഒരുത്തനുണ്ട് ആ കൂട്ടത്തിൽ, അവിടെ ഇരുന്നവർക്കൊക്കെ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാലേ വെറുതെ അവിടെ ഇരിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടതില്ലേ, ഇന്നമാ ജാ അലി ഹാജ, അവൻ ദിക്ർ ചൊല്ലാൻ വന്നതൊന്നുമല്ല, വേറെന്തോ ആവശ്യത്തിന് വന്നതാ, അവന് വേറെന്തോ ഒരു ആവശ്യമുണ്ട്, അപ്പം ആ ആവശ്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ വന്നിരുന്നതാണ്, അല്ലാതെ ദിക്റിന് വേണ്ടി ഇരുന്നതല്ല എന്ന് പറയുമ്പം അള്ളാഹു പറയും യഖൂലുല്ലാഹു തആല, അള്ളാഹു തആല പറയും ഹുമുൽ ജുലസാ ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരൊരുമിച്ചിരിക്കുന്ന ആളുകളാണ്, അവരുടെ കൂടെ ഇരുന്ന ഒരാളും പരാജയപ്പെടുകയില്ല. ആ ഇരുന്ന് ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ മഹത്വം കൊണ്ട് അവരുടെ കൂട്ടത്തിലിരുന്ന എല്ലാവരും ദിക്ർ ചൊല്ലാത്തവനടക്കം രക്ഷപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഒന്നിച്ചിരുന്ന് ദിക്ർ ചൊല്ലുക എന്ന് പറയുന്നത് ഇത്രയും മഹത്വമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളികളിൽ വെള്ളിയാഴ്ച രാവുകളിൽ തിങ്കളാഴ്ച രാവുകളിലൊക്കെ ദിക്റും സ്വലാത്തും മറ്റു പരിപാടികളൊക്കെ നടക്കും. മാസാമാസം മജ്ലിസ് നൂറും മറ്റു പരിപാടികളൊക്കെ നടക്കും. ഇങ്ങനെയുള്ള ദിക്റിൻ്റെ മജ്ലിസുകളൊക്കെ ഉണ്ടാകുമ്പം അവിടെ പോയിരുന്ന് നമ്മൾ ഉറങ്ങിപ്പോയാൽ പോലും, അല്ലെങ്കിൽ അവിടെ ചോറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചോറ് കിട്ടാൻ പോയാൽ പോലും ഒരു പക്ഷേ ആ ഒന്നിച്ചിരുന്ന് ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ ദിക്ർ അല്ലാഹ് സ്വീകരിക്കുമ്പോൾ നമുക്കും അവരെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ദിക്റിൻ്റെ സദസ്സ് അങ്ങനെ പോകണം എന്നല്ല പറയുന്നത്, പോയിട്ട് ചൊല്ലുതന്നെ വേണ്ടത്. ഇപ്പം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മളവിടെ പോയിരുന്നാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അത്രയും മഹത്വമുണ്ട് ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന ദിക്റിന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫളലു ദുആ, ഇപ്പം ദിക്റിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതെങ്കിൽ അടുത്തതായിട്ട് നമ്മുടെ പറയാൻ പോകുന്ന വിഷയം ദുആഇന്റെ മഹത്വത്തെക്കുറിച്ചാണ്. ദുആഇന്റെ ശ്രേഷ്ഠത എന്താണ്? ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വലിയുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹു പറയാ വഇദാ സഅലക ഇബാദി, നബിയെ നിങ്ങളോട് എൻ്റെ അടിമകൾ ചോദിച്ചാൽ,
അന്നി എന്നെക്കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമ്പം അല്ല കുറേ അകലെ ഏടോ സ്ഥലത്തിരിക്കുന്നതെന്ന് നിങ്ങൾ പറയരുത്. എന്താ പറയേണ്ടത്? ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട്, ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്, ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന് താങ്കൾ അവരോട് മറുപടി പറയണം. അള്ളാഹു നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ദൂരത്തല്ല ഉള്ളത്, അള്ളാഹു സമീപസ്ഥനാണ്, അള്ളാഹ് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാ, വിളിക്കുന്നവന് പ്രാർത്ഥിക്കുന്നവന് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. ഇദാ ദഅാനി, അവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ. ഫല്യസ്തജീബൂലി, അതുകൊണ്ട് അവർ എന്നോട് ഇജാബത്ത് തേടിക്കൊള്ളട്ടെ, അവരെന്നോട് ഉത്തരം കിട്ടണമെന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഉത്തരം കിട്ടാൻ ചോദിച്ചു കൊള്ളട്ടെ. വൽയുഅ്മിനൂ ബി, അവരെന്നെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, എങ്കിൽ അവർ സന്മാർഗത്തിലായി തീരുന്നതാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്, ചോദിക്കുന്നവന്റെ ചോദ്യങ്ങൾക്കൊക്കെ, ചോദിക്കുന്നവന്റെ പ്രാർത്ഥനകൾക്കൊക്കെ ഞാൻ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് മനുഷ്യന്മാര് എന്നോട് ഉത്തരം കിട്ടാൻ ചോദിച്ചു കൊള്ളട്ടെ, അവരെന്നെ വിശ്വസിക്കട്ടെ. അള്ളാഹ് പറഞ്ഞതാ നമ്മളോട് ചോദിക്കാൻ, പിന്നെ എന്തിനാ നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ മടിക്കുന്നത്? വഅൻ നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു, നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇബാദത്ത്. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ദുആ തന്നെയാണ്. ثم قرأ, എന്നിട്ട് റസൂലുള്ളാഹി ഓതി, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്താണ് ഇവിടെ നമ്മൾ അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞതും ഈ ആയത്തും തമ്മിൽ എന്താ കണക്ഷൻ ഉള്ളത്? അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പൊ നിങ്ങൾ എന്നോട് ദുആർക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നിങ്ങൾ എന്നോട് ദുആർക്ക് ഞാൻ ഉത്തരം തരാന്നല്ലേ പറഞ്ഞത്. ഇനി എന്നോട് ദുആർക്കുന്നതിൽ നിന്ന് അഹങ്കരിക്കുന്ന ആളുകൾ, അഹങ്കാരം നടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹ് പറഞ്ഞത്, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അഹങ്കാരത്തോടുകൂടി ഇബാദത്ത് ചെയ്യാതിരിക്കുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണെന്നാണ്. അപ്പോൾ എന്താണ്? ദുആ ചെയ്യൂ എന്ന കൽപ്പനയ്ക്ക് ശേഷം അതിന്റെ ബാക്കിയായിട്ട്, അതിന്റെ മുഖാബിലയിൽ തന്നെ അള്ളാഹു പറയുന്ന ഒരു കാര്യം, ദുആർക്കാൻ മടിയുള്ള ആളുകൾ എന്ന് പറയേണ്ടതിന് പകരം ഇബാദത്ത് ചെയ്യാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ ഇബാദത്ത് അഹങ്കാരം കൊണ്ട് ഇബാദത്ത് ചെയ്യാതിരിക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ദുആഇന്റെ തുല്യമായിട്ട് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇബാദത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ആരാധന ചെയ്യുക എന്നത് തന്നെയാകുന്നു. അപ്പൊ ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തു? റസൂലുള്ളാഹി പറഞ്ഞ ആ ഒരു സെന്റൻസിനെ, ആ ഒരു വചനത്തെ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന വചനത്തെ റസൂലുള്ളാഹി എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ആയത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് വിശദീകരിച്ചു തരികയും ചെയ്തു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, ഖളാഇനെ ദുആ അല്ലാതെ തടയുകയില്ല. ദുആ കൊണ്ടല്ലാതെ ഖളാഇനെ മാറ്റാൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ദുആ കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് തടയാൻ കഴിയൂ. വലാ യസീദു ഫിൽ ഉമരി ഇല്ലൽ ബിർ, ഗുണമല്ലാതെ നന്മയല്ലാതെ ആയുസ് വർദ്ധിപ്പിക്കുകയില്ല. നന്മ ചെയ്താലാണ് ആയുസ്സിൽ വർധനവുണ്ടാവുക. ആയുസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നന്മ ഉണ്ടാവും, നന്മ ഉണ്ടാവുന്നതിനനുസരിച്ച് ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേസമയം ദുആ കൊണ്ടല്ലാതെ നമുക്ക് ഖളാഇനെ തടുക്കാൻ കഴിയുകയുമില്ല. وقال صلى الله عليه وسلم إن الدعاء ينفع مما نزل ومما لم ينزل. ദുആ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ, ഇറങ്ങിക്കഴിഞ്ഞ ബുദ്ധിമുട്ടിനും പരിഹാരമാണ്, ഇറങ്ങാത്തതിനും പരിഹാരമാണ്. അല്ലേ? ഇറങ്ങിക്കഴിഞ്ഞ, നമുക്ക് സംഭവിച്ചു കഴിഞ്ഞ ബുദ്ധിമുട്ടിൽ നിന്ന് പരിഹാരം കിട്ടാൻ ദുആ ചെയ്താൽ മതി. ഇനി ഇറങ്ങാത്ത, അല്ലാഹു തആല ഇറങ്ങണമെന്ന് കണക്കാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയും തടയാൻ ദുആ കൊണ്ട് സാധിക്കുന്നതാണ്. അതാണ് പറയുന്നത്, യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ, ഇറങ്ങിയതിനും ഇറങ്ങാത്തതിനും ഉപകാരപ്പെടുന്നതാണ് ദുആ. ഫഅലൈക്കും ഇബാദുല്ലാഹി ബിദ്ദുആ, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ദുആഇനെ മുറുകെ പിടിക്കുക. ഫഅലൈക്കും ഇബാദുല്ലാഹി ബിദ്ദുആ എന്ന് പറഞ്ഞാൽ അടിമകളെ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ദുആഇനെ മുറുകെ പിടിക്കുക. ദുആഉൽ മുഅ്മിനി മുസ്തജാബുൻ യഖീന, മുഅ്മിനിന്റെ പ്രാർത്ഥനയ്ക്ക് 100% ഉറപ്പാണ്, യഖീനായിട്ടും ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്നതാണ്, ഉത്തരമുണ്ട്. വതിജാറത്തുൻ റാബിഹത്തുൻ, അതൊരു ലാഭകരമായ ബിസിനസ്സാണ്. ആജിലൻ നവാജില, ഒന്നുകിൽ അപ്പം തന്നെ ലാഭം കിട്ടും, അല്ലെങ്കിൽ പിന്നീട് കിട്ടും. ഒന്നുകിൽ അപ്പം തന്നെ കിട്ടും, അല്ലെങ്കിൽ പിന്നീട് കിട്ടും. ലാഭമുണ്ടാകും എന്നത് ഉറപ്പാണ്, നഷ്ടം ഉണ്ടാവില്ല ഒരിക്കലും. അതൊരു നഷ്ടം ഉണ്ടാവാത്ത കച്ചവടവുമാകുന്നു. ഖാല അലൈഹിസ്സലാം, റസൂലുള്ളാഹി പറയുന്നു, മാ അലൽ അർദി മുസ്ലിമുൻ,
ഭൂമിയുടെ മേലൊരു മുസ്ലിമുമില്ല. യദുല്ലാഹു ബിദഅവത്തിൻ, അള്ളാഹിനോട് വല്ല പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമും ഭൂമിയുടെ മുകളിൽ അവശേഷിക്കുകയില്ല ഇല്ലാ അതാഹുല്ലാഹു ഇയ്യാഹ, ആ കാര്യം അള്ളാഹുവിന് കൊടുത്തിട്ടല്ലാതെ. അള്ളാഹിനോട് എന്തെങ്കിലും ഒരു കാര്യം ഒരു മുഅ്മിന് ചോദിച്ചാൽ അള്ളാഹ് അത് കൊടുക്കും, കൊടുത്തിരിക്കും. അങ്ങനെ കൊടുക്കാത്ത ഒരു മുഅ്മിനും ഭൂമിയിൽ ഉണ്ടാവില്ല. ഇമ്മ അയ്യു അജ്ജില, പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ കുറെ കാര്യം തീർക്കുന്നുണ്ടല്ലോ, കിട്ടുന്നില്ലല്ലോ. ഇമ്മ അയ്യു അജ്ജിലഹ, ഒന്നുകിൽ അള്ളാഹ് അത് അപ്പൊ തന്നെ വേഗത്തിൽ കൊടുക്കും, സ്പോട്ടിൽ കൊടുക്കും. ഇന്ന് ചോദിച്ചു പഠിച്ചോനെ എന്തെങ്കിലും ഒരു സാധനം തരണേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ സംഭവം കിട്ടി, എങ്ങനെങ്കിലും കിട്ടി, ഏതെങ്കിലും വഴിയിലൂടെ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കാര്യം നടന്നു. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവും. കാര്യങ്ങൾ നടക്കും, അള്ളാഹിനോട് ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കും. ഒന്നുകിൽ അത് അപ്പം തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹ് അവന് വേണ്ടി സൂക്ഷിച്ചു വെക്കും. നല്ലൊരു ജോലി കിട്ടണമെന്ന് ദ്വാരുന്നിട്ട് കുറേ കാലം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അള്ളാഹ് എന്തോ അവന് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു അപകടത്തിൽ നിന്ന്, ഒരു തിന്മയെ അള്ളാഹു താല അവനിൽ നിന്ന് തെറ്റിച്ചു കളയും. ഓൻ ചോദിച്ചത് നല്ല കാര്യം കിട്ടാനാണ്, പക്ഷെ അള്ളാഹു ഓൻക്ക് അത് കൊടുത്തിട്ടില്ലെങ്കിലും അതിനേക്കാൾ വലിയൊരു അപകടം അല്ലെങ്കിൽ വേറെന്തോ ഒരു മോശം കാര്യം അവന് സംഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ടാകും, രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു താലാക്ക് അറിയാം നമുക്ക് ഏറ്റവും ഹൈറായത് എന്താണെന്ന്. അള്ളാഹ്ക്കാണ് അറിയാം. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എന്തോ ഒരു കാര്യം കിട്ടിയാൽ നമ്മളെല്ലാം ഈ ഭയങ്കര സംഭവം. പക്ഷെ അള്ളാഹ്ക്കറിയാം ആ കാര്യം കിട്ടിയാൽ നമ്മൾ എന്താ ആവാൻ പോകുന്നത്, നമുക്കതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ, നമ്മളതുകൊണ്ട് രക്ഷപ്പെടുക അല്ലെങ്കിൽ കൂടുതൽ മോശമായി പോകുമെന്നൊക്കെ അള്ളാഹ്ക്കാണ് അറിയുന്നത്. അതുകൊണ്ട് ചോദിച്ച കാര്യം തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ചോദിച്ച കാര്യം കിട്ടാതിരിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് അതിനേക്കാൾ ഹൈറായത് അള്ളാഹ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഉത്തരം തന്നിട്ടുണ്ടാകും. ഒന്നുകിൽ അത് തന്നെ അപ്പം തന്നെ കിട്ടും, അല്ലെങ്കിൽ അത് പിന്നീട് കൊടുക്കാൻ വേണ്ടി അള്ളാഹ് മാറ്റി വെക്കും. പിന്നീട് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ ജീവിതകാലത്തിന് ശേഷം ആഖിറത്തിൽ വെച്ചിട്ടും ആവാം, പിന്നീട് കൊടുക്കാൻ വേണ്ടി കാത്തുവെക്കും. അല്ലെങ്കിൽ അവന് അതിന് സമാനമായ ഒരു മോശം കാര്യം അവനിൽ നിന്ന് അല്ലാഹു തആല തിരിച്ചു കളയും. അവനൊരു കുറ്റകരമായ കാര്യമൊന്നും ചോദിക്കാത്ത കാലത്തോളം, ഔ ഖതിഅത്തി റഹിമിൻ, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും നടത്താത്ത കാലത്തോളം, ഒരു കുറ്റകരമായ കാര്യത്തിന് ഇങ്ങനെ എനിക്ക് പഠിച്ചവനെ എനിക്ക് കള്ളുടിക്കാനുള്ള തോഫീക്ക് തരണമെന്ന് വരുന്നാൽ അതിന് ഉറപ്പായിട്ടുള്ള ഉത്തരം കൊടുക്കൂല. ദുആ ചെയ്യുന്നതിന്റെ കുറ്റാണ്, അതിന് ഉത്തരം കൊടുക്കൂല. അതേപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ദുആ ചെയ്യുന്നത്, അള്ളാഹു തആല സ്വീകരിക്കൂല. അതൊന്നുമല്ലാത്ത കാലത്തോളം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഖാല റജുലുൻ മിനൽ ഖൗം, എന്തു ചോദിച്ചാലും അള്ളാഹ് തരും. അള്ളാഹ് ഒന്നുകിൽ അപ്പം തന്നെ തരും, അല്ലെങ്കിൽ പിന്നെ തരും. എന്തായാലും തരൽ ഉറപ്പാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പം ഖാല റജുലുൻ മിനൽ ഖൗം, ആ സംഘത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എണീറ്റുന്നിട്ട് ചോദിച്ചു, ഇദൻ നുക്സിറു. അപ്പോൾ ഒരാൾ പറയാ, എന്ത് ചോദിച്ചാൽ അള്ളാഹ് തരുമെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, ഞാൻ ഒരുപാട് ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കും നബിയെ, ഞങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കും നബിയെ, ഞങ്ങൾ കുറേ പ്രാർത്ഥിക്കും. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു ഇദൻ നുക്സിർ എന്ന് അയാൾ പറഞ്ഞപ്പം റസൂലുള്ളാഹി സമാനമായ ഒറ്റ മറുപടി, അല്ലാഹു അക്സർ, അള്ളാഹ് അതിനേക്കാൾ അധികരിപ്പിച്ചു തരാൻ കഴിയുന്നു. ഇനി എന്തെല്ലാം ചോദിച്ചോ നിനക്ക് അതിനേക്കാളും കൂടുതൽ തരാൻ അള്ളാഹിന്റെ അടുത്തുണ്ട്. അള്ളാഹിന്റെ അടുത്തുള്ളത് തീർന്നൊന്നും പോവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് ചോദിക്കാം, ആവശ്യങ്ങളൊക്കെ അള്ളാഹിനോട് ചോദിക്കാം. അല്ലെ, സലല്ലാഹു ഹവായിജക്കും ഹത്തൽ മിൽഹലി ഖുദൂരിക്കും വശസ്അലിൻ ആലിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങളുടെ കറിപ്പാത്രത്തിലിടാൻ ഉപ്പില്ലെങ്കിൽ പോലും അള്ളാഹിനോട് ചോദിച്ചോളൂ. നിങ്ങളുടെ എന്താവശ്യവും അള്ളാഹിനോട് ചോദിക്കാമെന്നാണ്. വേറെ ആരോടും അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചില ആൾക്കാരോട് ചിലതൊന്നും ചോദിക്കാൻ പറ്റില്ല അല്ലേ, ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ചോദിക്കാൻ പറ്റൂ. പക്ഷെ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാത്തതൊന്നുമില്ല. ചെറുതും ചോദിക്കാം, വലുതും ചോദിക്കാം. അള്ളാഹു തആല തരുമെന്നത് ഉറപ്പാണ്. റസൂലുള്ളാഹിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നമുക്ക് ചോദിക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ദിക്റുകളിലും ദുആയിലുമായിട്ട് അള്ളാഹിനെ മറക്കാതെ എല്ലാ സമയങ്ങളിലും, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും അള്ളാഹിനെ മാത്രം ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. തദ്രീബാത്തുകൾ മിൻ ഖൈരി മാ ഉൻഫിഖത് ഫീഹി ലൗഖാത്തു മാഹു എന്നൊക്കെയാണ്. ഈ പാഠത്തിന്റെ തദ്രീബാത്തായിട്ട് ഇത് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പരീക്ഷയ്ക്ക് എല്ലാ പാഠങ്ങളും കൂടി ആകുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. മിഫ്താഹു കുല്ലി ഖൈരിൻ മാഹുവ, എല്ലാ ഖൈറിന്റെയും താക്കോൽ എന്താണ്? രണ്ട് ഉത്തരങ്ങൾ തന്നാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇൽമാണോ ദിക്റാണോ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. മിഫ്താഹു കുല്ലി ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദിക്റാണ്, ദിക്റുല്ലാഹി വദുആ അല്ലേ. അതേപോലെ തന്നെ ഖൈരി മാ ഉൻഫിഖത് ഫീഹി ലൗഖാത്തു തന്നെയാണ് ദിക്റുല്ലാഹി വദുആ. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് പാഠത്തിൽ അങ്ങനെ എന്തെങ്കിലും തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അനാ ഉനബ്ബിയുക്കും ബി ഖൈരി അഅമാലിക്കും വസ്കാഹ ഇൻദ മലീകിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദിക്റിനെ കുറിച്ച് അള്ളാഹുവിനത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറെ ഉത്തരവൊന്നും ഇവിടെ ഇല്ലല്ലോ, ഉള്ളതായിട്ട് ഓർക്കുന്നില്ല. ഏതായാലും അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ദിക്റുല്ലാഹി എന്ന് നിങ്ങൾക്ക് ഉത്തരം എഴുതാം തൽക്കാലം.
ഇത് നമ്മളിപ്പം പഠിക്കുമ്പം ഇങ്ങനെ ഉത്തരം ചെയ്താന്നേ ഉള്ളൂ. ഇതൊക്കെ വേറെ പല വിഷയങ്ങളും വരാനുണ്ട്. മാതാ യറുദ്ദു ഖളാ അല്ലാഹ്, അള്ളാഹിന്റെ ഖളാഇനെ തടയുക എന്താണ്? ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. ഒറ്റ വാക്കിൽ ഉത്തരം ചെയ്താണെങ്കിൽ അദ്ദുആ എന്ന് എഴുതാം, അല്ലെങ്കിൽ ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, ദുആ അല്ലാതെ ഖളാഇനെ തടയുകയില്ല, അല്ലെങ്കിൽ ദുആ ഖളാഇനെ തടയുന്നതാണ്. കൈഫ യകൂനു ഖൽബുൽ മുഹാഫിദ് അലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലായിട്ട് കഴിയുന്ന മുഅ്മിനിന്റെ ഖൽബ് എങ്ങനെയായിരിക്കും? യകൂനു ഖൽബുഹു മുത്മഇന്നൻ, അവന്റെ ഖൽബ് എന്തായിരിക്കും? സമാധാനപൂർണമായിരിക്കും. മലായിക്കത്ത് വഴികളിൽ നടക്കുന്ന മലായിക്കത്തിന്റെ കഥ വ്യക്തമാക്കാനാണ് പറയുന്നത്. അതിലൊക്കെ ചില ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത്താ എന്നവരെന്താണ് പറഞ്ഞത്? നവവി ഇമാം എന്താ പറഞ്ഞത്? അത്താ എന്നവരെന്താണ് പറഞ്ഞത്? മജാലിസുൽ ദിക്രി ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം. ബാക്കിയും കൂടി എഴുതിയാൽ അത്രയും നല്ലത്. ഇത്ര എഴുതാനൊക്കെ പൊതുപരീക്ഷയ്ക്കൊക്കെ സ്ഥലം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നവവി ഇമാം എന്താ പറഞ്ഞത്? അന്ന ഫളീലത്ത ദിക്രി ഗൈറു മുൻഹസറത്തുൻ ഫി തസ്ബീഹി വത്തക്ബീരി വനഹ്വിഹാ ബൽ കുല്ലു മൻ യഅമലു ലില്ലാഹി തആല ബിതാഅത്തിൻ ഫഹുവ ദാക്കിറുൻ ലില്ലാഹ്. കഴിയുന്നത്ര എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.